സംശയങ്ങൾ മാറി ഒരു വിശ്വാസത്തിലേക്ക് വരുന്നു. ഇതെന്തോ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഇത് ലക്ഷ്മിയോട് പറയുമ്പോൾ അർജുൻ എന്തുകൊണ്ട് മൊഴി മാറ്റി എന്നുള്ളത് അന്വേഷിക്കണം, എനിക്കും അറിയണം. പക്ഷെ സാമ്പത്തിക കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട എന്ന് ബാലഭാസ്കറിന്റെ അച്ഛനോട് പറഞ്ഞത് ലക്ഷ്മിയാണ്. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും സാക്ഷികളാണ്. ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ ഇന്ന് വന്നിരിക്കുന്നത് ബാലഭാസ്കറിന്റെ ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് കുറെ ദുരൂഹതകൾ പലരും വന്ന് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമ്മളും അതുമായിട്ട് റിലേറ്റഡ് ചെയ്ത് കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പ്രിയ വേണുഗോപാൽ എന്നൊരു വ്യക്തി വന്നിട്ട്, പുള്ളിക്കാരി എന്ന് പറയുന്നത് ബാലഭാസ്കറിന്റെ അമ്മയുടെ സഹോദരിയുടെ മകളാണ്. പുള്ളിക്കാരി അന്ന് തന്നെ പ്രതികരിച്ച ഒരു വ്യക്തിയാണ്. പുള്ളിക്കാരി ആദ്യം പോസ്റ്റ് ഒക്കെ ഇട്ടാണ് പ്രതികരിച്ചത്. പക്ഷെ ഇപ്പൊ ആദ്യമായിട്ടാണ് വീഡിയോ ആയിട്ട് ഇതിനെ സംബന്ധിച്ചൊരു വീഡിയോ ആയിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പോ പുള്ളിക്കാരി പുതിയൊരു വീഡിയോ ആയിട്ട് വരാൻ കാരണം ബാലഭാസ്കറിന്റെ മരണം എന്ന് പറയുന്ന ഒരു കുടുംബ വഴക്കായിട്ട് പലരും കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ പുള്ളിക്കാരിക്ക് തോന്നി. മകൻ കല്യാണം കഴിച്ചു, ശരി, അന്നേ ദിവസം വീട്ടിലേക്ക് വരട്ടെ എന്ന് ചോദിച്ചു. മകന് ഭീഷണിയുണ്ട്, ബാക്കി കാര്യങ്ങൾ പ്രശ്നങ്ങളുണ്ട്, മകളുണ്ട്, സുഖമില്ലാത്തൊരു മകൾ വീട്ടിലുണ്ട്, വരരുത് എന്ന് പറഞ്ഞു. ഒരൊറ്റ തവണ ആ സംഭവം നടക്കുന്ന സമയത്തെ ഫസ്റ്റ് റിയാക്ഷൻ, അതിലെന്തെങ്കിലും തെറ്റുണ്ടെന്ന് വിവരമുള്ളവർക്ക് തോന്നുന്നു ഞാൻ കരുതുന്നില്ല. പക്ഷെ അച്ഛൻ മകന് വേറെ വഴിയില്ല എന്ന് കണ്ടതുകൊണ്ട് ഈ കല്യാണം നടത്തിച്ചവർക്കും അതിനെ മുന്നിട്ടിറങ്ങിയവർക്കും ഒന്നും, അല്ലെങ്കിൽ പാക്ക് ചെയ്തിറങ്ങിയ ലക്ഷ്മിക്ക് പോലും തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള നിവൃത്തിയില്ല എന്ന് കണ്ടതുകൊണ്ട് അച്ഛൻ തന്നെയാണ് അച്ഛൻ്റെ കസിൻ്റെ വീട്ടിലേക്ക്, എറണാകുളത്തേക്ക് ടാക്സിയും വിളിച്ച് മകനെയും ഭാര്യയും സുഹൃത്തുക്കളെയും അയക്കുന്നു. അവിടെ കുറച്ച് മാസങ്ങൾ അച്ഛനതാൻ പോകും. നിന്നതിന് ശേഷം തിരിച്ചു വരുമ്പോൾ ഒരു സന്ധ്യയ്ക്ക് ബാലുചേട്ടൻ ഭാര്യയും കൊണ്ടുവരുന്നു. അപ്പോഴും അപ്രതീക്ഷിതമാണ് അമ്മയുടെ ഫസ്റ്റ് റിയാക്ഷൻ. നമ്മളൊരു സാഹചര്യം ആലോചിച്ച് നോക്കും. എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം നമ്മൾ ആദ്യമേ കയറി ചിന്തിച്ച ഒരു ഉത്തരമായിരിക്കില്ല. കയറണ്ട എന്ന് പറഞ്ഞു, വരട്ടെ എന്ന് ചോദിച്ചു, കയറണ്ട എന്ന് പറഞ്ഞു. കാരണം അപ്പോഴും സുഖമില്ലാത്ത മകൾ വീട്ടിലുണ്ട്. അവളെങ്ങനെ റിയാക്ട് ചെയ്യുന്നു അറിയില്ല, അവളെ എങ്ങനെ പിന്നെ മാനേജ് ചെയ്യണമെന്ന് അറിയില്ല, ഈ കുട്ടിയെ എങ്ങനെ സംരക്ഷിക്കും, വരുന്ന കുട്ടിയെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിൽ നിന്ന് എങ്ങനെ മാറ്റി നിർത്തും എന്നുള്ളത് അറിയില്ല. വേണ്ട എന്ന് പറഞ്ഞു, അവിടെ തീരുന്നു. പിന്നീട് ഒരിക്കൽ പോലും ഈ കുട്ടി, കല്യാണം കഴിഞ്ഞ് വന്ന കുട്ടി, ആ അമ്മയുടെ പ്രസൻസിനെ വാല്യൂ ചെയ്തു. ആ അമ്മ ഉണ്ട് എന്നുള്ള രീതിയിൽ പോലും ഒരിക്കൽ പോലും പെരുമാറിയിട്ടില്ല പിന്നീടുള്ള 18 വർഷവും. അപ്പൊ എല്ലാവർക്കും അറിയാം, ഈ ബാലഭാസ്കറിന്റെ വിവാഹം എന്ന് പറയുന്നത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെയായിരുന്നു നടന്നത്. മാത്രമല്ല ആ വിവാഹത്തോട് ബാലഭാസ്കറിന്റെ വീട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒന്നും വലിയ താല്പര്യമില്ലായിരുന്നു. ഇതിപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ വന്നോട് പറഞ്ഞത് എന്താണ്, നമുക്ക് താല്പര്യമില്ലാന്ന് അല്ല നമ്മൾ പറഞ്ഞത്, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതി എന്നായിരുന്നു അവർ ഉദ്ദേശിച്ചതെന്നാണ്. പ്രായം കുറഞ്ഞു എന്നുള്ള ഒറ്റ കാരണത്താലാണ് അന്ന് കല്യാണം നമ്മൾ ഇച്ചിരി പോസ്റ്റ്പോൺ ചെയ്യാന്ന് പറഞ്ഞത്. അതെയോ? അല്ല, അത് പറഞ്ഞ മോളുടെ കാര്യം പറഞ്ഞല്ലോ, ആരോഗ്യ പ്രശ്നമുണ്ട്, അവള് ഡിപ്രഷനോട്, പിന്നെ അവള് ചിലപ്പോ ആഹാരം പോലും കഴിക്കാതിരിക്കും, കൂടെ ഹോസ്പിറ്റല്, അങ്ങനത്തെ ഒരു വല്ലാത്ത അന്തരീക്ഷമാണ് വീട്ടില്. പിന്നെ വാടക വീടാണ്, അപ്പൊ താമസിക്കുന്ന വീടൊന്നും ആയിട്ടില്ല. പിന്നെ വിദ്യാഭ്യാസം പൂർണ്ണമാവുന്നില്ല, എന്നെ സെക്കൻഡ് ഇയർ പഠിക്കുന്നേ ഉള്ളൂ. അപ്പോഴ് പിന്നെ അമ്മാവെന്നൊക്കെ പറഞ്ഞ കുറച്ച് കാര്യം, ഈ വയലിൻ പഠിത്തവും എല്ലാം കുറച്ചൊക്കെ സീരിയസ് ആയിട്ട് എടുക്കുന്നത്. ഇവിടെ ഒരു വിരോധം ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോ അത് ഗുരുത്വദോഷമാവും. വീട്ടംഗങ്ങളാരും സപ്പോർട്ടല്ല. അതൊന്നുമില്ല. അപ്പൊ വീട്ടിൽ കയറാൻ വന്നപ്പോഴത്തേക്കും വീട്ടുകാരി പറഞ്ഞ് പിന്നെ കേറണ്ട. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടാതെ നടത്തിയ ഒരു കല്യാണമാണ്. അപ്പൊ വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും കേറണ്ടെന്ന് ഇവര് പറഞ്ഞു. കാര്യം അവർക്ക് ആ ദേഷ്യം ഉള്ളിൽ കിടപ്പുണ്ട്. ഇവര് പറഞ്ഞു വെക്കുന്നതെന്ന് വെച്ചാൽ ലക്ഷ്മി ഒരിക്കലും ആ വീട്ടിലേക്ക് കയറിയിട്ടേ ഇല്ല എന്നാണ് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. ടീനേജ് പ്രായം തന്നെ കണക്കാക്കാവുന്നത്. ഈ ഭാര്യ എന്ന് പറയുന്ന വ്യക്തി അച്ഛന്റെ കയ്യിൽ നിന്ന് ബാലുചേട്ടന്റെ ആദ്യത്തെ പരിപാടികളുടെയൊക്കെ പ്രതിഫലത്തുക ചേർത്ത് വെച്ചുണ്ടാക്കിയ ഒരു 2 ലക്ഷം രൂപയുടെ പാസ്ബുക്കും വാങ്ങിച്ച് അച്ഛൻ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുത്ത വീട്ടിൽ അച്ഛൻ തന്നെ വാങ്ങിച്ചു കൊടുത്ത ഫർണിച്ചർ ഉപയോഗിച്ച് അച്ഛൻ തന്നെ വാങ്ങിച്ചു കൊടുത്ത സാധനങ്ങളും ഒക്കെ ഉപയോഗിച്ച് ജീവിക്കുമ്പോഴും ഒരിക്കൽ പോലും ആ അമ്മയെ അല്ലെങ്കിൽ ആ ചേച്ചിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ അവരുടെയും ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ഒരിക്കൽ പോലും ശ്രമിച്ചു. ഒരു കാര്യം കൂടെ എടുത്തു പറയാൻ, സംഗീതത്തിന് വേണ്ടി ജീവിച്ച ഒരു വ്യക്തിയാണ് ബാലുചേട്ടൻ.
ബാലഭാസ്കറിന്റെ അമ്മ. ഇന്നും അവരത് തന്നെയാണ് പറയാറുള്ളത്. ബാലുച്ചേട്ടനെ ബാലുച്ചേട്ടനാക്കിയ ബാലഭാസ്കർ ആക്കിയതും ആ അമ്മയാണ്. ആ അമ്മയുടെ ആഗ്രഹമാണ്, ആ അമ്മയുടെ അധ്വാനമാണ്. ആ ബാലഭാസ്കറിന്റെ ഒരു പരിപാടി പോലും, ഒരു സംഗീത പരിപാടി പോലും ആ അമ്മയ്ക്ക് ഇന്ന് വരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. കാരണം മോളെന്നുള്ളൊരു പ്രാരാധനത്തിലും അത് കഴിഞ്ഞ് മോനങ്ങ് പോയി, കല്യാണം കഴിഞ്ഞ് പോയി. ലക്ഷ്മിയുടെ അമ്മയും അച്ഛനും പോലും ആദ്യം മുതലേ, കല്യാണം കഴിഞ്ഞ ആ സമയം മുതലേ അച്ഛൻ്റെ കൂടെ കുടുംബമായി പരിപാടികൾക്കൊക്കെ പോകുന്ന ഒരു കാഴ്ച തിരുവനന്തപുരത്തുകാർക്കൊക്കെ പരിചയമുണ്ടാവുമോ? അപ്പൊ ഇവര് ഈ വീഡിയോ ആയിട്ട് മെയിൻ ആയിട്ട് വരാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ബാലഭാസ്കറിന്റെ ഈ ആക്സിഡന്റുമായിട്ട് ബന്ധപ്പെട്ട്, ഈ ബാലഭാസ്കറിന്റെ ഈ മരണവുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ കുറെ ഓൺലൈൻ മീഡിയാസ് ഇവരുടെ വീട്ടിൽ പോയിട്ട് അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ കുറെ വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇന്റർവ്യൂസ് എടുക്കാൻ നേരത്തെ ഇവര് ലക്ഷ്മിയെ പറ്റി കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. വേറൊരു കാര്യം, ഇവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മരുമകളെ ചുമ്മാ കുറ്റം പറയുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അത് കേട്ട് കഴിഞ്ഞാൽ ആ മീഡിയസ് ഒരുപാട് ഇന്റർവ്യൂ ഉണ്ട്, ഞാനും അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ മരുമകളെ തീരെ ഇഷ്ടമല്ല, അവർക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടെന്നുള്ള രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. അത് ആർക്ക് കേട്ടാലും അങ്ങനെ ആ ഒരു രീതിയിലേ മനസ്സിലാവത്തുള്ളൂ. എനിക്ക് വരെ തോന്നി എന്താണ് ഇവരെ പറ്റി, മോളെയും മരുമോളെയും പറ്റി ഇത്രയും കുറ്റം പറയുന്നത്. കാരണം അതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷനുമായിട്ടാണ് പുള്ളിക്കാരി ഫസ്റ്റ് വീഡിയോ ഇട്ടിരുന്നത്. അമ്മയുടെ ഇന്റർവ്യൂസിന്റെ അടിയിൽ വന്ന കുറച്ച് കമന്റ്സ് ഞാൻ കാണിക്കാം. മകൻ മരിച്ച ദുഃഖത്തെക്കാൾ മരുമകളെ കുറ്റം പറയാൻ വ്യഗ്രത കാണിക്കുന്നത് പോലെ ബാലു ജീവിച്ചിരുന്നിട്ട് മരുമകളും പേരക്കുഞ്ഞും മരിച്ചിരുന്നെങ്കിൽ മരണത്തിൽ ഒരു ദുരൂഹതയും ഉണ്ടാവില്ലായിരുന്നു. ജാതക ദോഷവും അതും ഇതും വിധിയും പറഞ്ഞ് അവർ സൈലന്റ് ആയിരുന്നേനെ. ഇവർക്ക് ജാതി പ്രോബ്ലം ഉണ്ട്. മകൻ പഠിച്ച് ജോലി വാങ്ങി സ്റ്റാറ്റസ് നിലനിർത്താതെ പ്രേമിച്ച് കല്യാണം കഴിച്ചത് ഇവർക്കും ഇഷ്ടമായില്ല. കലാപരമായി ലൈഫ് തിരഞ്ഞെടുത്തത് കൊണ്ട് മകൻ നഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ടോക്സിക് ആയിട്ടുള്ള പേരൻസ് ആയിട്ട് തോന്നുന്നു. മരുമകളെ ഒരു കാലത്തും ഇവർ അക്സെപ്റ്റ് ചെയ്യില്ല. ഇൻഷുറൻസിൽ തന്നെയാണ് പേരൻസും ടാർഗറ്റ് ചെയ്യുന്നത്. മകനും കുഞ്ഞും വിട്ടുപിരിഞ്ഞിട്ടും മരുമകളുടെ കുറ്റം മാത്രം പിടിച്ചു പറഞ്ഞ അല്ല ഒന്നാന്തരം അമ്മായിയമ്മ, അത്രേ തോന്നിയുള്ളൂന്ന്. കുറെ കമന്റ് ഉണ്ട്. ഈ മകനെ ഒരു വിധത്തിൽ ഇവർ അംഗീകരിച്ചിട്ടില്ല, മകനെ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കുറെ കമന്റ് വരുന്നത്. മകൻ മരിച്ചാലും മരുമകളുടെ കണ്ണീര് കണ്ടാൽ മതി എന്ന് ഒക്കെ പറഞ്ഞിട്ട് ഒത്തിരി കമന്റ് വരുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ എന്തായാലും ഇവർക്ക് നല്ല നെഗറ്റീവ് കമന്റ് വരുന്നുണ്ട്. കാരണം എന്തായാലും അത് കാണുന്ന ആർക്കാണേലും മനസ്സിലാകും. അതിന്റെ അടിയിൽ നിങ്ങൾ തന്നെ ചെന്ന് നോക്കിയാൽ മതി, പറഞ്ഞും നെഗറ്റീവാണ്. അത് കണ്ടിട്ടാണ് ഈ പുള്ളിക്കാരി വീഡിയോ ആയിട്ട് വന്നത്. ബാലു കല്യാണം കഴിക്കാനുള്ള സാഹചര്യവും ലക്ഷ്മി ഇവരും തമ്മിലുള്ള വിഷയവും ഉടക്കും ഒക്കെയാണ് ഇവർ വന്ന് പറഞ്ഞത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പക്ക ഫാമിലി പ്രോബ്ലം തന്നെയാണ്. നമുക്കതിൽ ഒന്നും പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല. നമ്മൾ സംശയിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആക്സിഡന്റിൽ അല്ലെങ്കിൽ ഈ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നാണ്. ഒരു ആക്സിഡന്റ് മരണമാണോ, ഗോൾഡ് മാഫിയയും ഈ ആക്സിഡന്റും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾക്കാണ് ഇവിടെ ഒരു ഉത്തരം കിട്ടാതെ നിൽക്കുന്നത്. അപ്പോ പുള്ളിക്കാരത്തി അത് കഴിഞ്ഞിട്ട് വേറൊരു വീഡിയോയും കൂടെ നെക്സ്റ്റ് ഡേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ കേസുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതൊരു സമയത്ത് നമ്മുടെ ഈ കേസ് CBI നോർമൽ ഒരു ആക്സിഡന്റ് ആയിട്ട് എഴുതി തള്ളിയതാണ്. ആ ഒരു അന്വേഷണം അവസാനിപ്പിച്ചതാണ്. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ബാലഭാസ്കറിന്റെ അച്ഛനാണ് പരാതി കൊടുക്കുന്നത്. ആദ്യം ഒരു ഹർജി കൊടുത്തു, അത് തള്ളി. പിന്നീട് ഈ 2023 മാർച്ചിൽ എന്തോ പിന്നീട് ഒരു ഹർജി കൊടുത്തായിരുന്നു. അതാണ് അവർ അക്സെപ്റ്റ് ചെയ്തത്. ഒരു വലിയൊരു പരാതിയാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഇവരുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു പരാതി കൊടുത്തായിരുന്നു. സോ അതിനെയൊക്കെ പറ്റി ഇവർ ഈ വീഡിയോയിൽ വന്ന് പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും അതൊക്കെ ഓരോന്നോരോന്നൊന്ന് പരിശോധിച്ച് നോക്കാം. ഈ അന്വേഷണം നടന്നു വരുന്നു. എന്നാൽ ഈ കേസിൽ ചില സാഹചര്യ തെളിവുകൾ കൊണ്ട് ദുരൂഹതകൾ ഞാൻ കാണുന്നു. ആയതിലേക്ക് ഇപ്പോഴുള്ള അന്വേഷണം തൃപ്തികരമല്ല. താഴെ പറയുന്ന സംഗതികൾ കൊണ്ടാണ് ഈ അപകടത്തിൽ എനിക്ക് ദുരൂഹത വർദ്ധിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് പോയിന്റഡ് ആയിട്ടാണ് പിന്നെ കാര്യങ്ങൾ പറയുന്നത്. ദൂരയാത്രകളിൽ ഒന്നും തന്നെ എന്റെ മകൻ വണ്ടി ഓടിക്കാറില്ല. 1. 2. വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവർ അർജുന് കഴുത്തിന് മുകളിൽ യാതൊരു പരിക്കും ഉണ്ടായിരുന്നില്ല. അപകടം കഴിഞ്ഞ് ആദ്യത്തെ 2 ആഴ്ച വരെ യാത്രയിൽ കൊല്ലം വരെയുള്ള കാര്യങ്ങൾ മാത്രമേ ഓർമ്മയുള്ളൂ എന്നാണ് അയാൾ പറഞ്ഞിരുന്നത്. എന്നാൽ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയ ശേഷം എന്റെ മകനാണ് വണ്ടി ഓടിച്ചിരുന്നത് എന്ന് അയാൾ പറയുകയുണ്ടായി. 3. കൊല്ലത്ത് അവർ രണ്ടുപേരും ഇറങ്ങി ജ്യൂസ് കഴിച്ചു എന്ന് പറയുന്നു. എന്നാൽ 2 അന്വേഷണ ഉദ്യോഗസ്ഥരും ഇത്തരത്തിലേക്ക് അന്വേഷണം നടത്തുകയോ ആ ഭാഗത്തെ CCTV ക്യാമറകൾ പരിശോധിക്കുകയോ ചെയ്തിട്ടില്ല. അപകടത്തിൽ പരിക്ക് പറ്റിയ ആൾക്കാരെ ആദ്യമായി ആശുപത്രിയിൽ കൊണ്ടുപോയ ആംബുലൻസ് ജീവനക്കാരെ ചോദ്യം ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. 5. അപകടം നടന്ന സ്ഥലത്ത് നിന്നും ലഭിച്ച മകന്റെ മൊബൈൽ ഫോൺ, വാലറ്റ്,
മകന്റെ മാനേജർ തമ്പി കുറേ ദിവസം കൈവശം വെച്ചിരിക്കുകയായിരുന്നു. 6 ഡ്രൈവർ അർജുൻ ഇത്തരത്തിൽ മാറി മാറി പറഞ്ഞിട്ടും ടിയാന്റെ മൊബൈൽ ഫോൺ അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 7 ക്ഷേത്ര ദർശനത്തിന് പോയ മകനും കുടുംബത്തിനും കഴിഞ്ഞ 5 വർഷത്തിനു മേലെ ഒറ്റപ്പാലത്തിന് സമീപം ചെർപ്പുളശ്ശേരി വില്ലേജിൽ പൂന്തോട്ടം എന്ന പേരുള്ള ആയുർവേദ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് റിസോർട്ട് നടത്തുന്ന ഡോക്ടർ രവിയും അദ്ദേഹത്തിന്റെ ഭാര്യ ലതയുമായി നല്ല സൗഹൃദ ബന്ധമായിരുന്നു. സൗഹൃദം മൂലം ധാരാളം പണം അവരുടെ ആവശ്യാർത്ഥം അവരുടെ പല ബിസിനസ്സുകളിലും മകൻ പണം മുടക്കിയിരുന്നു. അവർ ചുമതലപ്പെടുത്തിയ അവരുടെ ബന്ധു കൂടിയായ അർജുനായിരുന്നു ഈ ദിവസം വാഹനം ഓടിച്ചിരുന്നത്. അതായത് ലതയുടെ സഹോദരന്റെ മകനാണ് അർജുൻ. അർജുന്റെ പൂർവ്വചരിത്രം ചില കുഴപ്പങ്ങൾ പിടിച്ചിരുന്നതായതുകൊണ്ട് അവനെ നേരെയാക്കുന്നതിന് വേണ്ടിയാണ് ഡോക്ടർ ദമ്പതിമാർ മകനെ ഏൽപ്പിച്ചത് എന്ന് മകൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരാളുടെ മൊഴിമാറ്റം എന്നെ കൂടുതൽ ദുരൂഹതയിലേക്ക് എത്തിക്കും. എന്റെ വീട്ടിൽ എന്നെ കാണാനായി അടുത്ത ദിവസം വന്ന ഒരാൾ, ഇത് ഒന്ന് ശ്രദ്ധിക്കാം, എന്റെ വീട്ടിൽ എന്നെ കാണാനായി അടുത്ത ദിവസം വന്ന ഒരാൾ ലക്ഷ്മിയെ സൂക്ഷിക്കണമെന്നും ലക്ഷ്മിയെയും അപകടപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നുമാണ് എന്നോട് പറഞ്ഞിട്ട് പോയത്. കടുത്ത ദുഃഖത്തിലായിരുന്നതിനാൽ അയാൾ ആരെന്നോ എവിടെ നിന്ന് വന്നതാണെന്നോ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതിലും ഞാൻ എന്തോ ദുരൂഹത മനസ്സിലാക്കുന്നു. ആ സമയത്ത് ഒരുപാട് പേര് വിസിറ്റേഴ്സായിട്ട് വരുന്നുണ്ടായിരുന്നു. ബാലുചേട്ടന്റെ അച്ഛന് ഒരു കോള് വന്നിരുന്നു ഒമാനിൽ നിന്ന്, ഇതേ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് തന്നെ. അതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ഇങ്ങനെ ഒരാൾ വരുന്നതും വിശദമായിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തിൽ ലക്ഷ്മിയുടെ അവസ്ഥ കുറച്ച് പ്രശ്നത്തിലാണ്, ശ്രദ്ധിക്കണം, ജീവന് ആപത്തുണ്ട്. അപ്പോ ബാലഭാസ്കറിന്റെ ഫാമിലി ഈ കേസ് പുനരന്വേഷിക്കണമെന്ന് പറഞ്ഞു കൊടുത്ത ഒരു പരാതിയുടെ കുറച്ച് ഭാഗങ്ങളാണ് ഇവർ പറഞ്ഞത്. നിങ്ങൾ ഈ പറഞ്ഞ അവസാനത്തെ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ലക്ഷ്മിയുടെ ജീവന് ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കുറെ കോൾസ് വരുന്നുണ്ട്. ഹോസ്പിറ്റലിൽ വന്നിട്ട് ആരൊക്കെയോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതേ ഒരു കാര്യം വേറൊരു കക്ഷിയും പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് തന്നെ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാം ഈ പറഞ്ഞ ബാലഭാസ്കറിന്റെ അച്ഛൻ ആരെ പറ്റിയാണ് ഈ പറഞ്ഞതെന്ന്. നമുക്ക് എന്തായാലും ആ ഒരു കാര്യം കൂടി കേട്ടു നോക്കാം. എന്റെ വൈഫ് ലതയാണ് 50 ദിവസം ലക്ഷ്മിയുടെ കാര്യങ്ങളില് ലക്ഷ്മിയുടെ അമ്മയുടെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും സഹായിച്ചിരുന്നത്. അതിനുശേഷം പിന്നീട് അവിടുന്ന് പോരാനുണ്ടായ സാഹചര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബാലുവിന്റെ അച്ഛൻ അവിടെ വന്നിരുന്നു, ഇടയ്ക്കെല്ലാം വന്നിരുന്നു. ആ സമയത്ത് ലതയെക്കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു ലക്ഷ്മിയോട് തന്നെ. ലക്ഷ്മിക്ക് സത്യം പറഞ്ഞാൽ അതിന് ഏത് തരത്തിലാണ് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്കറിയില്ല. എങ്കിലും അത് അവസാനം പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ലക്ഷ്മിയുടെ ജീവന് വരെ ലത അവിടെ നിൽക്കുന്നത് ആപത്താണ് എന്നുള്ള രൂപത്തില് ഈ ബാലുവിന്റെ അച്ഛനത് പറഞ്ഞതോട് കൂടിയിട്ടാണ് ഇനി അത് റിട്ടേൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, റിട്ടേൺ ആയിട്ട് പരാതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇത് വന്നതോട് കൂടിയിട്ടാണ് പിന്നെ ലത അവിടെ നിൽക്കുന്നതല്ല നല്ലത്, തിരിച്ചു പോരുന്നതാണ് നല്ലത് എന്ന് മനസ്സിലാക്കിയിട്ട് തിരിച്ചു പോരുന്നത്. അതിനുശേഷം ആ സമയത്തും ലക്ഷ്മിക്ക് ലതയെ പറഞ്ഞയക്കണം എന്നുണ്ടായിരുന്നില്ല. സംഭവിച്ച ഞാൻ അവിടെ 48 ദിവസം അവിടെ ലക്ഷ്മിയുടെ കൂടെ തന്നെയായിരുന്നു. ലക്ഷ്മി എന്നെ പോവാൻ അനുവദിച്ചിരുന്നില്ല, എവിടേക്കും പോവാൻ അനുവദിച്ചിരുന്നില്ല. ചേച്ചി കൂടെ വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇടയ്ക്ക് വന്നിട്ട് ലക്ഷ്മിയുടെ അമ്മോട് പറയും, ഞാൻ നിൽക്കുന്നത് ലക്ഷ്മിക്ക് വരെ ജീവന അപകടമാണെന്നുള്ളത് പറയും, എന്നെ എന്താ പറഞ്ഞയക്കാത്തതെന്ന് ചോദിക്കും. അപ്പൊ ലക്ഷ്മിയുടെ അമ്മ പറഞ്ഞിരിക്കുന്നു, ബാലു എന്നെ പരിചയപ്പെടുത്തി കൊടുത്തത് അമ്മയുടെ സ്ഥാനത്തുള്ള ചേച്ചിയാണെന്ന് പറഞ്ഞിട്ടാണ് ലക്ഷ്മിയുടെ അമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തതെന്നാണ് ലക്ഷ്മിയുടെ അമ്മ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ പറ്റില്ല എന്ന് ലക്ഷ്മി പറഞ്ഞു, ബാലുവിന്റെ അച്ഛന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ അന്ന് കൊടുത്ത പരാതി ബാലുവിന്റെ അച്ഛൻ ഇവരെ പറ്റിയാണ് പറഞ്ഞത്. ഇവര് തന്നെ ആ ഒരു കാര്യം 4-5 കൊല്ലം മുമ്പുള്ള ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ആ ഒരു കാര്യത്തിൽ ഇവരെ നമുക്ക് അത് വെച്ചിട്ട് സംശയിക്കാൻ പറ്റത്തില്ല. കാരണം ഇവര് തന്നെ അന്ന് വന്നിരുന്ന് തുറന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇവര് അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വന്തം കുഴി വെട്ടാൻ ആരും നോക്കത്തില്ലല്ലോ. അതും ഇത്രയും സെൻസേഷണൽ ആയിട്ടുള്ള ഒരു കേസ് ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെ അപായപ്പെടുത്താനൊക്കെ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ മണ്ടത്തരമെന്നേ പറയാൻ പറ്റത്തുള്ളൂ. പോരാത്തതിന് 19 ദിവസം ഇവര് ബൈസ്റ്റാൻഡർ ആയിട്ട് ലക്ഷ്മിയുടെ കൂടെ നിന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ബാക്കിയും കൂടി ഒന്ന് കേട്ടു നോക്കാം. കൃത്യസ്ഥലം റോഡ് വടക്കോട്ട് ഏകദേശം 250 മീറ്റർ മാറി കുത്തനെയുള്ള ഇറക്കവും അത് കഴിഞ്ഞ് കുത്തനെയുള്ള കയറ്റവും അത് കഴിഞ്ഞ് ഒരു ചെറിയ വളവുമാണ്. അത് കഴിഞ്ഞ് ഏകദേശം 30 മീറ്റർ നേരെ കാണാവുന്ന റോഡിൽ വെച്ചാണ് ഇത്തരത്തിൽ കുത്തനെയുള്ള ഇറക്കം അപകടം നടന്നിരിക്കുന്നത്. ഇത്തരത്തിൽ കുത്തനെയുള്ള ഇറക്കം ഇറങ്ങി കുത്തനെയുള്ള കയറ്റം കയറി വളവ് വരെ വന്ന വണ്ടിയുടെ ഡ്രൈവർ ആരായാലും പിന്നീടുള്ള 2 സെക്കൻഡ് സഞ്ചരിക്കേണ്ട ദൂരം ഉറങ്ങാനുള്ള സാധ്യത വളരെ വിദൂരമാണ്. ഇത് CBI സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ ഈ ആക്സിഡന്റിന്റെ പാറ്റേൺ, വണ്ടിയുടെ അവസ്ഥ, ഇവരുടെ പരിക്കുകളുടെ അവസ്ഥ വെച്ചിട്ട് ഒക്കെ പരിശോധിച്ച് ഒരു റോഡ് ട്രാൻസ്പോർട്ട് എക്സ്പേർട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഉറങ്ങിപ്പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. എക്സ്പേർട്സിന്റെ ഒപ്പീനിയൻ എടുത്തിട്ട് പറഞ്ഞ കാര്യങ്ങൾ
കുത്തനെയുള്ള കയറ്റം, കുത്തനെയുള്ള ഇറക്കം, അത് കഴിഞ്ഞുള്ള ഒരു വളവ്, അതൊക്കെ കഴിഞ്ഞ് വന്നെത്തിയ വ്യക്തി എന്തായാലും ഒരു 2 മിനിറ്റ് കൊണ്ടൊന്നും ഉറങ്ങത്തില്ല. ഒരു സ്ട്രെയിറ്റ് റോഡിൽ തന്നെയാണ് ഈ അപകടം നടന്നിരിക്കുന്നത് തന്നെ. ഉറങ്ങാൻ നിൽക്കുന്ന വ്യക്തിയായിരുന്നെങ്കിൽ ആ കയറ്റവും ഇറക്കവും വളവും ഒക്കെ എത്തുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും കൊണ്ട് വണ്ടി ഇടിച്ചാണ്. അപ്പൊ ഈ സോബിയൊക്കെ പറഞ്ഞു വെച്ച് നോക്കുവാണെങ്കിൽ അവിടെ ഒരു കേസ് നടന്നു എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല, അല്ലെ? അപ്പൊ ഈ ജ്യൂസ് കടയിലെ CCTV ദൃശ്യം തമ്പി പോയി കളക്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഈ തമ്പി എങ്ങനെ മനസ്സിലാക്കി പള്ളിമുക്കിലെ ജ്യൂസ് കടയിൽ കയറി ജ്യൂസ് കുടിച്ചു എന്ന്? ജ്യൂസ് കടക്കാരൻ പിന്നീട് അത് മൊഴിമാറ്റി അവിടെ ആരും വന്നു കുടിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ CCTV ദൃശ്യം കിട്ടിയോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. ഏകദേശം 1 മാസം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നത് പോലീസ് ഈ CCTV ദൃശ്യങ്ങളൊക്കെ അന്വേഷിച്ച് ചെന്നു. അതിനെപ്പറ്റിയൊന്നും ഒരു വാർത്ത എവിടെയും വന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഈ അപകടം നടന്നത് വെച്ച സമയത്തിൽ ടൈം എന്ന് പറയുന്ന ഒരു ദുരൂഹതയുണ്ട്. അതിനെക്കുറിച്ച് ഈ പ്രിയ പറയുന്നുണ്ട്, അതും കൂടി ഒന്ന് കേൾക്കാം. അതിനിടയ്ക്ക് ഒരു വലിയൊരു കാര്യം കൂടിയുണ്ടല്ലോ. നേരത്തെ പറഞ്ഞ പോസ്റ്റിൽ പരാമർശിക്കപ്പെട്ട ജമീൽ മുഹമ്മദ് FIR-ൽ 4:15 എന്നാണ് അപകട സമയം എഴുതിയിരിക്കുന്നത്. അത് കൃത്യമായി കണ്ടെത്തിയിരിക്കുന്നത് ലതയുടെ കോൾ, പൂന്തോട്ടം ലതയുടെ കോൾ എത്തിയോ എന്നറിയാൻ വിളിച്ച കോളുകൾ കണ്ടതിന് ശേഷം പോലീസ്, അപകട സ്ഥലത്തെത്തിയ പോലീസ് ആ ഫോണിലേക്ക് ഫോൺ എടുക്കുന്ന സമയത്ത് എടുത്തത് പോലീസാണ്. അപ്പോൾ അർജുന്റെ ഫോണിലാണ് വിളിച്ചത്. എടുത്തപ്പോൾ ഇത് ബാലഭാസ്കറിന്റെ കുടുംബമാണ് എന്ന് അവരാണ് ആദ്യമായി അറിയിക്കുന്നത്. അങ്ങനെയാണ് ലോകം അറിയുന്നത്. 4:15 ശേഷമാണ് ലതയുടെ മകൻ, തമ്പിയോടൊപ്പം ഉണ്ടായിരുന്ന ലതയുടെ മകൻ. അതും ഒരു വിചിത്രമായ കഥയാണ്, പിന്നെ പറയാം. അതെന്താണെന്ന് വെച്ചാല് ഈ അപകടം നടന്ന സമയത്ത് ഈ പാലക്കാടുള്ള ലതയുടെ മകൻ തമ്പിയുടെ ഒപ്പം ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്നു. അതിന്റെ എക്സ്പ്ലനേഷൻ ലത പറഞ്ഞത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരൻ ഏതോ ഒരു പേർപ്പസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ട്രിവാൻഡ്രത്തോട് ചെന്നതാണ്. ബാലു സ്ഥലത്തില്ലാത്തതിന്റെ പേരിൽ ഈ ലതയുടെ മകൻ തമ്പിയുടെ ഒപ്പം കഴിഞ്ഞത് എന്നാണ് പറയുന്നത്. ഇതെല്ലാം കൂടെ ഇങ്ങനെയൊക്കെ വരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ലതയുടെ മകന് 4:15 ശേഷമാണ് കോൾ വരുന്നത്. അങ്ങനെയാണ് പിന്നീട് തമ്പി അറിയുന്നത്, തമ്പിയോടൊപ്പം ആയതുകൊണ്ട് തമ്പി അറിയുന്നത്, പിന്നെ സുഹൃത്തുക്കളൊക്കെ അറിയുന്നത്. ഇതാണ് ഒരു കഥ. പക്ഷെ ജമീൽ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി 3:30 വിളിച്ചു പറഞ്ഞിട്ട് ഈ സംഭവ സ്ഥലത്ത്, അതായത് ആശുപത്രിയിലേക്ക് എത്തിയ ബാലുചേട്ടന്റെ സുഹൃത്തുക്കളുണ്ട്, മൊഴിയുണ്ട് അവരുടെ. ഇതൊന്നും വെറും ഹിയർസേ അല്ല, കൃത്യമായ മൊഴികൾ CBIക്ക് നൽകിയതിലും ഉണ്ട്. 3:30 ജമീൽ വിളിച്ചു പറഞ്ഞു. അതുപോലെ തന്നെ ഇഷാൻ ദേവ് എന്ന് പറയുന്ന അദ്ദേഹം ചെന്നൈയിലായിരുന്നു. അദ്ദേഹത്തിനും ഒരു 4:01 കോൾ വന്ന കാര്യം അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട് മുമ്പ്. ഇതെല്ലാം നിലനിൽക്കെയാണ് 4:15 എന്നുള്ള ഒരു കാര്യം വരുന്നു. CBIയും പറയുന്നുണ്ട് 3:30 ആക്സിഡന്റ് നടന്നു എന്ന്. ജമീൽ എങ്ങനെ അറിഞ്ഞു എന്ന് ആരും അന്വേഷിച്ചിട്ടില്ല. തമ്പിയും ജിഷ്ണുവും അറിഞ്ഞതിന് ശേഷം ലോകം അറിഞ്ഞ ഒരു വാർത്ത ജമീൽ എന്ന് പറയുന്ന ആൾ എങ്ങനെ അറിഞ്ഞു എന്ന് ആരും പറയുന്നില്ല. ജമീലും വിഷ്ണുവും തമ്പിയും ഒക്കെ സ്വർണ്ണക്കള്ളക്കടത്തിന് പിന്നീട് കാരിയർമാരായി പിടിയിലായവരാണ് DRIയുടെ. ഇതൊന്നും ആരും അന്വേഷിച്ചിട്ടില്ല. ദുരൂഹതകളില്ല. അതാണ് 3:30 നടന്ന ആക്സിഡന്റ് ജമീൽ എങ്ങനെ അറിഞ്ഞു? ബാലുവിന്റെ കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞു. മാത്രമല്ല ആ ആക്സിഡന്റ് സ്പോട്ടിൽ സജിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കണ്ടതായിട്ട് ആളുകൾ ഐഡന്റിഫൈ ചെയ്തതായിട്ട് പറയുന്നുണ്ട് ആളുകൾ. ഈ സജിത്ത് എന്ന് പറയുന്ന വ്യക്തിയും ഈ ഗോൾഡിന്റെ പ്രശ്നത്തിൽ പിടിയിലായ വ്യക്തിയാണ്. അത് ആണ് പ്രശ്നം. ഈ കേസില് നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരും ഈ ഒരു കേസിൽ ഇൻവോൾവ് ആണ്. സത്യം പറഞ്ഞാൽ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന എല്ലാവരും ഇപ്പോഴത്തെ ഗോൾഡിന്റെ വിഷയത്തിൽ ഉള്ളവരാണ്. ഈ സരിത്ത്, തമ്പി, ഈ പറയുന്ന ജമീൽ എല്ലാരും ഗോൾഡുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. ഇവരെയൊക്കെ ചുറ്റിപ്പറ്റി എന്തുകൊണ്ട് അന്വേഷണം പോകുന്നില്ല? അതാണ് എനിക്ക് ഡൗട്ട്, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തായാലും ബാക്കും കൂടെ കണ്ടുനോക്കാം. വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയായിരുന്നു KSRTC ഡ്രൈവർ അജി. അദ്ദേഹം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയൊക്കെ പറഞ്ഞ് അദ്ദേഹം പറപ്പിച്ചു വരുന്നു. ആറ്റിങ്ങിൽ നിന്ന് പുറപ്പെടുന്നു, വരുന്നു. വന്നതിന് ശേഷം അദ്ദേഹം തന്നെ ഡോർ ലോക്ക് ചെയ്തതിന് ശേഷം, വേറെ ആരും ഇടപെടാതിരിക്കാനാണോ അറിയില്ല, ഡോർ ലോക്ക് ചെയ്തതിനു ശേഷം അദ്ദേഹം ഇറങ്ങുന്നു. അദ്ദേഹം തന്നെ ഓടുന്നു, എല്ലാം കാണുന്നു, കമ്പിപ്പാര എടുക്കുന്നു, കതക് തുറക്കുന്നു, കുഞ്ഞിനെ എടുക്കുന്നു, ലക്ഷ്മിയെ എടുക്കുന്നു, ബാലുചേട്ടനെ എടുക്കുന്നു, അർജുനെ എടുക്കുന്നു. ഇങ്ങനെ എല്ലാം ഒരു വൺ മാൻ ഷോ, ഒരു സൂപ്പർമാൻ സ്റ്റോറി പോലെ അദ്ദേഹം ഒരുപാട് പറഞ്ഞുപോയി. അദ്ദേഹമായിരുന്നു പ്രൈം വിറ്റ്നസ്. കുറേയേറെ കാലം ക്രൈം ബ്രാഞ്ചിനും അങ്ങനെ തന്നെയായിരുന്നു അവസാന ഘട്ടം വരെ. RTIയിലൂടെ KSRTC ബസിന്റെ സമയം, അതിന്റെ സമയക്രമം, ഷെഡ്യൂൾ ടൈം, ആ സമയത്ത് വന്ന സമയം, തമ്പാനൂര് രജിസ്റ്റർ ചെയ്ത സമയം, ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം ചില ചോദ്യങ്ങൾ അങ്ങോട്ട് തിരിച്ച് ചോദിച്ചതിന് ശേഷമാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രൈം വിറ്റ്നസ്, അതായത് മജിസ്ട്രേറ്റിന് മുമ്പിൽ മൊഴി കൊടുക്കാനുള്ളവരുടെ ലിസ്റ്റ്, 164 സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനുള്ളവരുടെ ലിസ്റ്റിൽ നിന്ന് ഇദ്ദേഹം വളരെ നൈസായിട്ട് ഒഴിവാക്കപ്പെട്ടു. അജിയെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അദ്ദേഹം കണ്ട കാര്യങ്ങളെല്ലാം വളരെയധികം വിസ്തരിച്ച് മീഡിയയിലൂടെയൊക്കെ പറയും.
അപ്പൊ ഈ പുള്ളിക്കാരനാണ് ആദ്യം വന്ന് വണ്ടിയുടെ ചില്ലക്കടിച്ച് പൊട്ടിച്ച ആൾക്കാരെയൊക്കെ പുറത്തെടുത്തതെന്നാണ് മൊഴി കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഈ പ്രിയ കുറച്ച് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ച സമയം ഈ KSRTC ബസ് ഡ്രൈവറെ പിന്നെ അങ്ങോട്ട് കണ്ടിട്ടില്ല നമ്മള്. പുള്ളിക്കാരൻ ഇപ്പോൾ UAE RTA വർക്ക് ചെയ്യുന്നത്. അവിടെ UAE ഗവൺമെന്റിന്റെ അണ്ടറിൽ ഡ്രൈവറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എങ്ങനെ ഇത്ര പെട്ടെന്ന് പുള്ളിക്കാരൻ അവിടുത്തെ ഡ്രൈവറായി? ഇയാളുടെ മൊഴിയിൽ എന്തൊക്കെയോ വൈരുദ്ധ്യം ഉണ്ടെന്ന് ആർക്കൊക്കെയോ മനസ്സിലായി. അയാളെ ഇവിടുന്ന് മാറ്റിയതാണ്, മനഃപൂർവ്വം മാറ്റിയതാണെന്നാണ് ഇത് സാധാരണക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ഈ ആക്സിഡന്റ് നടന്ന സമയത്ത് ആ ആക്സിഡന്റ് നടന്ന സ്പോട്ടിൽ നന്ദു എന്നും പ്രവീൺ എന്നും പറയുന്ന 2 വ്യക്തികളെ പറ്റി പറയുന്നുണ്ട്. ആ 2 വ്യക്തികളെ നമ്മൾ എങ്ങും കേട്ടിട്ടില്ല. ആ 2 പേരെ ഈ കേസ് അന്വേഷിക്കുന്നവര് തഴഞ്ഞു എന്ന് തന്നെ പറയാം. കുഞ്ഞിനെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് തന്നെ ഇവരാണ്. അത് ഈ പ്രിയ വേണുഗോപാൽ പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേൾക്കാം. പക്ഷെ ഇതേ സമയം തന്നെ പോലീസ് ഒന്നും എന്റർടൈൻ ചെയ്യാതെ വേറൊരു ദൃക്സാക്ഷി നന്ദു എന്ന് പറയുന്ന ഒരു പയ്യൻ നന്ദുവിന്റെ ബ്രദറുമായിട്ട് എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴി വർക്കലയിലേക്ക് തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴി വന്ന് ഈ റെസ്ക്യൂ ഓപ്പറേഷനിൽ ആദ്യമായി ഇടപെട്ട് നന്ദുവാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. നന്ദു പറയുന്നുണ്ട് കമ്പിപ്പാരയൊന്നും വേണ്ടി വന്നിട്ടില്ല അവിടെ, കാരണം വിൻഡോ ഗ്ലാസ് ഷാറ്റേഡ് ആയിരുന്നു. അപ്പോൾ ഒന്ന് പിടിച്ച് കുലുക്കിയപ്പോൾ തന്നെ ഗ്ലാസ് വീണു. എന്നിട്ടാണ് ഉള്ളിൽ നിന്ന് തന്നെ ഡോർ തുറന്നത്. അതിനുശേഷമാണ് ബാക്കി ഓരോന്ന് ചെയ്യുന്നത്. നന്ദുവിന്റെ ചേട്ടൻ ഈ പ്രണവാണ് കുഞ്ഞിനെ കാണുന്നത്. ഗിയർ ബോക്സിന് സൈഡിലായിട്ട് കുഞ്ഞു മറിഞ്ഞു കിടക്കുന്നത് കണ്ടു. കുഞ്ഞിനെ കയ്യിലെടുക്കുന്നതും കുഞ്ഞിന് ഹൈവേ പോലീസ് അപ്പോഴത്തേക്ക് വരുന്നു. ഹൈവേ പോലീസിന്റെ വണ്ടിയിൽ തന്നെ പ്രണവ് കുഞ്ഞിനെ മടിയിലിരുത്തി. കുഞ്ഞിന് അപ്പോഴും ശ്വാസം ഉണ്ടായിരുന്നു എന്നാണ് പ്രണവ് പറയുന്നത്. പകുതി വഴിക്ക് കുഞ്ഞിന് അനക്കം ഉണ്ടായിരുന്നില്ല. പ്രണവാണ് പറയുന്നത് നമുക്ക് അനന്തപുരിയിലേക്ക് പോകാം, കാരണം കുഞ്ഞിന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പം മെഡിക്കൽ കോളേജിൽ പോയാലുള്ള പ്രശ്നങ്ങളുടെ കണക്കാക്കിയിട്ട് ഹൈവേയിൽ നിന്ന് ഏറ്റവും എളുപ്പത്തിന് നമുക്ക് നേരെ അനന്തപുരിയിലേക്ക് പോകാമെന്ന് തീരുമാനിക്കുന്നത്. വേറെ ആരും ഇടപെട്ടിട്ടില്ല എന്നാണ് നന്ദുവിന്റെയും പ്രണവിന്റെയും മൊഴി. ഇതിൽ തമാശ എന്താണെന്ന് വെച്ചാൽ നന്ദുവിന്റെ മൊഴി നന്ദു പറയാനായിട്ട് ശ്രമിച്ച ഇടങ്ങളിലെല്ലാം നന്ദു ആട്ടിപ്പായിക്കപ്പെടുകയായിരുന്നു. ആറ്റിങ്ങൽ DYSPയോട് പറയാൻ പോയി, അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയി. അപ്പോൾ നിനക്ക് പ്രശ്നത്തിലൊന്നും ആവണ്ടെന്നുണ്ടെങ്കിൽ ഓടിക്കോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒടുവിൽ ഈ വാർത്തകളൊക്കെ വന്ന് പ്രശ്നങ്ങളൊക്കെ ആയ സമയത്ത് ഈ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ വാർത്തകളൊക്കെ വന്ന് ആകെ ഈ ഇതിന്റെ കാര്യത്തിലൊക്കെ ചർച്ചകൾ വീണ്ടും തുടങ്ങുന്ന സമയത്ത് സ്വർണ്ണക്കള്ളക്കടത്തിന്റെ അല്ല, ഇതിന് മുമ്പുള്ള ഈ വിവാദങ്ങൾ, അത് ആര് ഓടിച്ചു എന്നുള്ള വിവാദങ്ങൾ വരുന്ന സമയത്താണ് അദ്ദേഹത്തിന് ആകെ ഒരു ഇരിക്കപ്പുറതിയില്ലാതെ ഏതോ റിപ്പോർട്ടറിനെയൊക്കെ വിളിച്ച് ചോദിച്ച് അഡ്രസ്സ് കണ്ടെത്തി അച്ഛനെ വന്ന് കാണുന്നതും സംസാരിക്കുന്നതും. അങ്ങനെയാണ് ഞങ്ങൾ വഴിയാണ് ക്രൈംബ്രാഞ്ചിന് ഇദ്ദേഹം ക്രൈംബ്രാഞ്ചിലേക്ക് അപ്പോഴത്തേക്ക് കേസ് വന്നു കഴിഞ്ഞു. ആ ഘട്ടം വരെയും ഇദ്ദേഹത്തെ ആരും മൊഴി നൽകാൻ അനുവദിച്ചിട്ടില്ല. അപ്പോൾ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഇദ്ദേഹം മൊഴി നൽകുന്നത്. പക്ഷെ ഇവരുമൊന്നും പിന്നീട് അങ്ങോട്ട് അവരുടെ മൊഴികൾക്കൊന്നും പിന്നീട് ഒരു വാല്യൂ. സോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ആക്സിഡന്റ് ആണ് എന്ന് തെളിയിക്കുന്ന മൊഴികൾ മാത്രമേ ഇവരിവിടെ കണക്കാക്കിയിട്ടുള്ളൂ. അല്ലാതെ ഇതിനപ്പുറം വന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സോബി അടക്കമുള്ള വ്യക്തികളെ പറ്റിയാണ് അവര് വന്ന് പറയുന്നത് ഇത് ആക്സിഡന്റ് അല്ല എന്ന് പറഞ്ഞിങ്ങനെ കഴിഞ്ഞാൽ അവരുടെ മൊഴി ഇവർ കണക്കാക്കുകയില്ല. ഈ ഒരു കേസ് ആക്സിഡന്റ് ആണെന്ന് വരുത്തി തീർക്കാൻ നമ്മുടെ പോലീസിനാണെങ്കിലും CBIക്കാണെങ്കിലും ക്രൈംബ്രാഞ്ചിനാണെങ്കിലും എന്തോ ഒരു സ്വാർത്ഥ താല്പര്യം ഉള്ളതുപോലെ പലയിടത്തും തോന്നിയിട്ടുണ്ട്. നിങ്ങൾ എന്നെ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. ഇത്രയും ദുരൂഹതകൾ ഞാൻ വേറൊരു കേസിലും കണ്ടിട്ടില്ല. ഇതെന്തുവാ ഇത്? എന്നിട്ട് വന്ന് പറയുവാണ് ഇവർ വന്ന് പറയുന്നത് ഇത് ആക്സിഡന്റ് ആണെന്ന്. എങ്ങനെ ഇത് വിശ്വസിക്കാൻ പറ്റും? മേ ബി ഇതൊരു ആക്സിഡന്റ് ആണ്. ഈ ഒരു ആക്സിഡന്റിന് പിന്നിലുള്ള കുറെ കളികളുണ്ട്. അത് പുറത്തു കൊണ്ടുവരാൻ ഒരു തരത്തിലും ആരും ശ്രമിക്കുന്നില്ലെന്നുള്ളതാണ്. ഇതെന്തെങ്കിലും ഒരിക്കൽ തെളിയും, അത് ഉറപ്പുള്ള കാര്യമാണ്. കാര്യം എവിടെയൊക്കെ ഈ ഒരു സാധനം വഴിമുട്ടി നിൽക്കുന്നുണ്ടോ ആ സമയത്ത് ദൈവത്തിന്റെ കരം പോലെ എന്തെങ്കിലും ഒരു സംഭവം നടന്നിട്ട് പിന്നെയും ആ സംഭവം പൊങ്ങി വരും. ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് തമ്പിയെയും വിഷ്ണുവിനെയും പോലീസ് പിടിക്കുന്നത്, പിന്നെ സോബി വരുന്നത്, പിന്നെ ഈ റീസെന്റ് ആയിട്ട് അർജുനെ പിടിക്കുന്നത്. എല്ലാം പൂർണ്ണമായിട്ട് ഡിപ്പെൻഡഡ് ആണ്. എപ്പോഴൊക്കെ ഈ കേസ് വഴിമുട്ടി നിൽക്കുന്നോ അപ്പോഴൊക്കെ ഈ ദൈവത്തിന്റെ ഒരു കൈകൾ പോലെ എന്തെങ്കിലും ഒരു സംഭവമൊക്കെ പൊങ്ങി വരും. ശരിക്കും പറഞ്ഞ എവിടെന്നെങ്കിലും ഒക്കെ ഈ ഒരു സത്യം പുറത്തു വരും, അത് ഉറപ്പാണ്. പിന്നീട് ഈ ഒരു ആക്സിഡന്റ് നടന്നത് നമ്മൾ നോക്കുവാണെങ്കിൽ മരത്തിലിടിച്ചാണ് ഈ ഒരു ആക്സിഡന്റ് ഒക്കെ ഉണ്ടായിരിക്കുന്നത്. കാറ് തന്നെ റോഡിൽ നിന്ന് മാറി ഒരു മണ്ണുള്ള ഭാഗത്താണ് ഇടിച്ചു നിൽക്കുന്നത്. ഒരിക്കലും ഗതാഗതത്തെ ഒന്നും തടസ്സപ്പെടുത്തിയിട്ടില്ല. അന്ന് രാത്രി തന്നെ ഈ ഒരു കാർ അവിടെ നിന്ന് മാറ്റാനായിട്ടുള്ള ഒരു ശ്രമം നടന്നിട്ടുണ്ട്. അതേപറ്റിയും പുള്ളിക്കാരി പറയുന്നുണ്ട്. അതൊന്നും നമുക്ക് കേൾക്കാം. കുഞ്ഞിനെയും കൊണ്ട് കൊണ്ടുവന്നതിന് ശേഷം നന്ദു ഒക്കെ തിരിച്ച് വർക്കലയിലോട്ട് പോകുന്ന സമയത്ത് ആ സമയത്ത് തന്നെ ആ ഇരുട്ടിൽ തന്നെ വെളുപ്പാങ്കാലം ആ ഇരുട്ടിൽ തന്നെ ഒരു ക്രെയിൻ ബാലുചേട്ടന്റെ വണ്ടി മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. റോഡിന് അല്ലെങ്കിൽ ട്രാഫിക്കിന് യാതൊരു തടസ്സവും ഉണ്ടാക്കാതെ നിന്നിരുന്ന ഒരു വണ്ടിയാണ്. ആ വണ്ടി ആ വെളുപ്പിനെ തന്നെ മാറ്റിയത് എന്തിനാണ്? ഫോട്ടോഗ്രാഫ്സ് ഇല്ല, മാർക്ക് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്യാതെ ആ വണ്ടി മാറ്റിയത് എന്തിനാണെന്ന് നമുക്കറിയില്ല.
പിന്നീട് അവൈലബിൾ ആയിട്ടുള്ള വിഷ്വൽസ് പ്രകാരം മറ്റൊരു ക്രെയിൻ, ഈ കാണുന്ന ഒരു ക്രെയിനിന്റെ ഒരു 2-3 വിഷ്വൽസ് ഉണ്ട്. അതൊരു 2 മാധ്യമ പ്രവർത്തകർ അവരുടെ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് പോകുന്ന വഴി, അവരുടെ ഷിഫ്റ്റ് കഴിഞ്ഞ് പോകുന്ന വഴി എടുത്തതാണ്. അങ്ങനെയാണ് പല മീഡിയയ്ക്കും അത് ലഭ്യമായതെന്നാണ് പറയുന്നത്. അതിനകത്ത് ഒരു നീല നിറത്തിലുള്ള ഒരു ക്രെയിനാണ്. അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ കാണുന്നതിൽ വരുന്നത് ആ കാറ് അന്ന് രാത്രി തന്നെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇതിന്റെ ഫോട്ടോ ഒന്നും അധികം മാധ്യമങ്ങളിലൊന്നും വന്നിട്ടൊന്നുമില്ല. ഒരു മിറർ നൗ എന്ന് പറയുന്ന ഒരു ചാനലിൽ ഇതിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് രാത്രി ഏതോ മാധ്യമ പ്രവർത്തകരെന്തോ പോയി എടുത്തതാണ്. ആ ഒരു നീല ക്രെയിനിൽ വണ്ടി മാറ്റുന്ന ഒരു പിക്ക്, ആകപ്പാടുള്ള ഒരു തെളിവ്, അല്ലാതെ വേറൊരു ഫോട്ടോഗ്രാഫ് ഒന്നുമില്ല. ഒരു നീല ക്രെയിൻ അവിടെ ആ കാറ് പൊക്കിക്കൊണ്ട് പോകുന്നതാണ്. പക്ഷെ വേറൊരു ചാനലിലും ഈ ഒരു സാധനം ഇല്ല. ഇവിടെ നിന്ന് പൊക്കിയെടുത്ത് മാറ്റിക്കൊണ്ട് പോയെന്നുള്ളതിന്റെ ഒരു പ്രൂഫായിട്ട് ഈ ഒരു ഒറ്റ ഫോട്ടോ മാത്രമേ ഉള്ളൂ. കാരണം ഒരു വീഡിയോസും ഞാൻ അടിച്ചുറക്കിയിട്ടൊന്നും കണ്ടില്ല. എന്തിന് ആ കാർ അന്ന് രാത്രി തന്നെ ധൃതിക്ക് അവിടെ നിന്ന് എടുത്ത് മാറ്റി? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെളുപ്പിന് ഒരു മഞ്ഞ ക്രെയിൻ വെച്ച് എടുത്ത് മാറ്റുന്നതായിട്ടാണ് ഉള്ളത്. കാരണം എന്തോ ഒരു സാധനം അവിടെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം അത് അവിടെ നിന്ന് അന്ന് രാത്രി തന്നെ മാറ്റിയത്. ഒരു സെലിബ്രിറ്റി ആക്സിഡന്റ് ആയ സമയത്ത് ഇതിന്റെ ഒരു പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ പോലും നടത്താതെ ആ ഒരു ഇരുട്ടത്ത് ആ ക്രെയിൻ ഉപയോഗിച്ച് ആ കാറ് മാറ്റിയത് വേണമെങ്കിൽ അതിന്റെ പുറകിൽ എന്തോ ഒരു വലിയൊരു കളിയുണ്ട്. പിന്നെ ഒരു ഇന്റർവ്യൂവില് ഒരു ബാലഭാസ്കർ മരിക്കുന്നതിന് ഒരു 6-7 മാസം മുമ്പ് ഒരു LIC പോളിസി എടുത്തതായിട്ട് പറയുന്നുണ്ട്. ഈ പോളിസികളുടെ കാര്യത്തില് ബാലുച്ചന്റെ അച്ഛൻ തന്നെ ബാലുച്ചന്റെ മരണശേഷം ലക്ഷ്മിയോട് സംസാരിക്കുകയുണ്ടായിട്ടുണ്ട്. എന്തൊക്കെയുണ്ടെന്ന് അറിയാമോ, എനിക്കറിയുന്നത് ഇതൊക്കെയാണ് എന്നുള്ളൊരു വിവരവും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അന്നേരവും 2-3 ചെറിയ എമൗണ്ട്സിന്റെ ഉണ്ട് എനിക്കറിയാം എന്ന് പറഞ്ഞ അതുവരെയുള്ള അറിവേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷമാണ് ഞങ്ങൾ മറ്റൊരു സോഴ്സിലൂടെ ഒരു പോളിസി ഉണ്ട്, അത് കുറച്ച് വലിയ പോളിസിയാണ്, അതിന് ക്ലെയിം പോയിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞത്. അത് കൂടുതൽ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ബാലുച്ചേട്ടനോ ലക്ഷ്മിക്കോ യാതൊരു ബന്ധവുമില്ലാത്ത കൊല്ലത്തെ പുനലൂർ എന്നുള്ള സ്ഥലത്താണ് ആ LIC പോളിസി എടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല 40 ലക്ഷത്തിന്റെ പോളിസിയാണ്. ആക്സിഡന്റ് ക്ലെയിം ഉൾപ്പെടെ 80-82 ലക്ഷം രൂപ ക്ലെയിമും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇരിക്കെയാണ് ഞങ്ങൾ ഇതിനെപ്പറ്റി ഒന്നും അറിയാത്തതും ബാലുച്ചേട്ടൻ്റെ അച്ഛൻ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം അറിയാത്തതും. ഏറ്റവും വിചിത്രമായിട്ട് ഞങ്ങൾക്ക് തോന്നിയതെന്ന് പറയുന്നത് ഇത് എടുത്തിരിക്കുന്നത് ഫെബ്രുവരി 2018 അതായത് ആക്സിഡന്റിന് 7 മാസം മുമ്പേ. എന്ന് മാത്രമല്ല ആദ്യത്തെ ഒരൊറ്റ പ്രീമിയം തുക മാത്രമേ അടച്ചിട്ടുള്ളൂ. ആ തുക അടച്ചിരിക്കുന്നത് പോലും ബാലുച്ചേട്ടൻ്റെ അക്കൗണ്ടിൽ നിന്നല്ല, അല്ലെങ്കിൽ ഒരു ഏജന്റിന്റെ അക്കൗണ്ടിൽ നിന്നല്ല. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ളൊരു പോളിസിയാണതെന്ന് മനസ്സിലായി. ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു റിക്വസ്റ്റ് LICക്ക് കൊടുത്ത് LICയും സോണൽ ഓഫീസിൽ നിന്ന് സംശയങ്ങൾ ഉന്നയിച്ചിരുന്ന ഒരു പോളിസിയാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവർക്ക് രേഖാമൂലം ഞങ്ങൾ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞ് കൊടുത്തതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഡോക്യുമെന്റ്സ് കിട്ടി. ആ ഡോക്യുമെന്റ്സിൽ നിന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതിലെ ഒപ്പുകൾ വ്യത്യസ്തമാണെന്നുള്ളത്. ബാലുച്ചേട്ടൻ്റെ ഒറിജിനൽ ഒപ്പുമായിട്ട് സംശയിക്കത്തക്ക രീതിയിൽ തന്നെ വ്യത്യാസങ്ങളുള്ള ഒപ്പുകളാണ് അതിനകത്തുണ്ടായിരുന്നുള്ളത്. അപ്പോൾ തീർച്ചയായും ബാലുച്ചേട്ടൻ അറിയാതെ നടത്തിയ ഒരു ഡീലിംഗ് ആണോ അതെന്ന് ഞങ്ങൾ സംശയിച്ചു. അപ്പോൾ അത് അതിലെ നോമിനി വെച്ചിരിക്കുന്നത് ബാലുച്ചേട്ടൻ്റെ ഭാര്യയുടെ പേര് തന്നെയാണ്, ലക്ഷ്മിയുടെ തന്നെയാണ്. അതിലും ഞങ്ങൾക്ക് തർക്കമില്ല. ഞങ്ങൾ LICക്ക് എഴുതി കൊടുത്തതിലും അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ക്ലെയിമിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല, വിരോധവുമില്ല. പക്ഷെ ആ പണം ഈ പറഞ്ഞതുപോലെ ബാലുച്ചേട്ടൻ്റെ കൂട്ടാളികൾ എന്ന് പറഞ്ഞ ആൾക്കാർ, ഫിനാൻസ് മാനേജർ ഉൾപ്പെടെയുള്ള ആൾക്കാർ മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അറേഞ്ച് ചെയ്ത ഒരു കാര്യമാണോ, ആ പോളിസി എന്ന് പറയുന്ന അങ്ങനെ ഒരു കാര്യമാണോ എന്നുള്ളത് സംശയമുണ്ട് എന്ന് ഞങ്ങൾ ക്രൈംബ്രാഞ്ചിനെ അറിയിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും ക്രൈംബ്രാഞ്ച് പറഞ്ഞ അങ്ങനെ ഒരു സംഭവമില്ല, അതെല്ലാം കൊടുത്തു കഴിഞ്ഞ കാര്യമാണെന്നാണ്. അതേ തുടർന്നാണ് വീണ്ടും DGPക്ക് കൊടുത്ത ലെറ്ററിൽ ഞങ്ങൾക്ക് രേഖാമൂലം അതൊരു പോയിന്റ് ആയിട്ട് തന്നെ ഉൾപ്പെടുത്തി കൊടുക്കേണ്ടി വന്നത്. ഇപ്പോ അതേക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട് എന്ന്. ചിലപ്പോൾ അതായിരിക്കാം. ഒരു 40 ലക്ഷത്തിന്റെ പോളിസി പുള്ളിക്കാരൻ മരിക്കുന്നതിന് മുമ്പ് എടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു ക്ലെയിം എന്ന് പറയുന്നത് 82 ലക്ഷം രൂപ വരുമെന്നാണ്. അതും ലക്ഷ്മിയുടെ പേരിലാണ്. അതിന്റെ ഒരു മെയിൻ പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പോളിസി എടുത്തിരിക്കുന്നത് പുനലൂരാണ്. അതിനകത്ത് ഇട്ട് കൊടുത്തിരിക്കുന്ന ഒപ്പം വ്യാജമാണെന്നാണ്. ഈ വിഷ്ണുവിന്റെ എന്തോ ഒരു സ്ഥലമാണ് ഈ പുനലൂർ എന്ന് പറയുന്നത്. അതിനകത്ത് ഇട്ട് കൊടുത്തിരിക്കുന്ന ഒപ്പം വ്യാജമാണ്. ഇതൊക്കെ ക്രൈംബ്രാഞ്ചിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇതൊക്കെ എല്ലാവരും ക്ലോസ് ചെയ്ത കാര്യങ്ങളാണ്, ഇതിനെപ്പറ്റിയൊന്നും അന്വേഷിക്കേണ്ട, അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും അന്വേഷിച്ച് കണ്ടെത്താനൊന്നും ആർക്കും ഒരു താല്പര്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒന്ന് കണ്ടുപിടിക്കണമെന്നോ ഇതിന്റെ പിന്നിലുള്ള എന്തെങ്കിലും ദുരൂഹതകളുണ്ടോ എന്നൊന്നും അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ആർക്കും ഒരു താല്പര്യമില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതിന്റെ വിഹിതമൊക്കെ ഓരോരുത്തരുടെയായിട്ട് കൈകളിൽ എത്തുന്നുണ്ടായിരിക്കാം. മേ ബി അതുകൊണ്ടായിരിക്കും ഒരു താല്പര്യക്കുറവ്.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ചോദ്യങ്ങളാണ് ഉള്ളത്. ഈ നീല ക്രെയിൻ എവിടെ നിന്ന് വന്നു? എന്തുകൊണ്ട് അവിടെ നിന്ന് ഇത്രയും പെട്ടെന്ന് ആ കാർ അവിടെ നിന്ന് മാറ്റി? ഈ LIC പോളിസിയിൽ ഇട്ടിരിക്കുന്ന ഒപ്പ് എങ്ങനെ വ്യാജമായി? പിന്നെ ഈ നന്ദു എന്ന് പറയുന്ന വ്യക്തി പിന്നെ എന്തോ ഒരു മീഡിയയുടെ മുന്നിലൊന്നും വന്നില്ല. ബസ് കണ്ടക്ടറും തമ്മിലുള്ള ഇവരുടെ മൊഴിയിൽ എന്തൊക്കെ വേരിയേഷൻസ് ആണ് വന്നിരിക്കുന്നത്? സത്യം പറഞ്ഞാൽ ഈ കയറ്റവും ഇറക്കവും വളവും ഒക്കെ ഉള്ള സ്ഥലത്ത് ഉറങ്ങാൻ ചാൻസ് ഇല്ല, ഒരു ചാൻസും ഇല്ല. ഉദ്യോഗസ്ഥന്മാരും അവരൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ പിന്നെ ഉറങ്ങാൻ ചാൻസ് ഇല്ല. പിന്നെ എങ്ങനെ ഉറങ്ങി? ഈ കയറ്റവും ഇറക്കവും വളവും ഒന്നും വന്നു കഴിഞ്ഞാൽ ഉറങ്ങത്തില്ല ആരും. എന്തുകൊണ്ട് ഇതൊന്നും ആരും റീചെക്ക് ചെയ്യുന്നില്ല? പിന്നെ ഈ പറയുന്ന ലക്ഷ്മിയും വന്നിട്ട് പറയുന്നത് പുള്ളിക്കാരൻ ഉറങ്ങിപ്പോയതാവാം എന്നാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രിയ പറയുന്നുണ്ട് ഇത് ഇൻവെസ്റ്റിഗേഷന് ഈ ഒരു പരാതി കൊടുക്കുന്ന സമയത്ത് ലക്ഷ്മി പറഞ്ഞു സാമ്പത്തിക ഇടപാടുകളെ പറ്റി പരാതിയിൽ ഉന്നയിക്കേണ്ട, അല്ലെങ്കിൽ ഈ പരാതിയിൽ അതിനെ കുറിച്ചൊന്നും പറയണ്ട എന്നാണ് ലക്ഷ്മി പറഞ്ഞതെന്നാണ് ഈ പുള്ളിക്കാരി പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇടപാടുകളെ പറ്റി പുള്ളിക്കാരിക്ക് നന്നായിട്ട് എന്തോ അറിയാം അല്ലെ? അതുകൊണ്ടായിരിക്കണമല്ലോ അങ്ങനെ പറഞ്ഞത്. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. എനിക്കിനി കൂടുതലൊന്നും പറയാനില്ല. അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.